എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ഒരു മാങ്കോട ഡ്രിങ്കുമായിട്ടാണ് വന്നത്. അതിലൊരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണേ. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് വിധത്തിലും അരിയാവേ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു ശകലം പാലൊഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാവേ. കുറച്ച് പാലൊഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, മാങ്ങ ഒക്കെ ഒന്ന് അരയാൻ വേണ്ടി. ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഇനി എന്നിട്ട് ഒന്നുകൂടെ എടുത്തുകൊണ്ട് വരണേ. നമ്മളങ്ങനെ അതേ മാങ്ങ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ചേരുവയെന്ന് പറഞ്ഞാൽ ചവ്വരി അല്ലെങ്കിൽ സാഗോ എന്ന് പറയും. അത് നമ്മൾ വേവിച്ച് ഇതിൻ്റെ പശയൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണേ. ഇത് നമുക്കതിലിട്ട് കൊടുക്കണേ. ഭയങ്കര ടേസ്റ്റാണ്. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. നോയമ്പിനും ചൂടിനും ഒക്കെ ഇത് നല്ല ഒരു ഡ്രിങ്കാണ്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. കണ്ടോ, ചവ്വരി വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 2 ചെറിയ തവിയാണ് ഇട്ടത്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ല ഇളക്കണേ. ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഐസ് ട്യൂബ് ഇട്ട് കൊടുക്കാവേ. കണ്ടോ, നല്ലൊരു ഡ്രിങ്കാണ്. ഈ ചൂടിനും നോയമ്പ് തുറക്കുമൊക്കെ പറ്റിയ ഇത് മാത്രം മതി. നമ്മുടെ ക്ഷീണത്തിനും ദാഹത്തിനും ഇതിനുമൊക്കെ നോയമ്പ് തുറക്കുമൊക്കെ ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവേ. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. വെറും മാങ്ങ തന്നെയല്ല, ഇതിങ്ങനെ ഈ ചേരുവയൊക്കെ ചേർത്തൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമുക്ക് മേളി അലങ്കാരത്തിന് ഒരു ശകലം മാങ്ങയുടെ തന്നെ പുളി വെച്ചത് ഇട്ട് കൊടുക്കാവേ. ഇന്നത്തെ ഈ മാങ്ങ കൊണ്ടുള്ള ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണേ. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.